നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ആ വീട്ടിലെ ഒരാളുമായിട്ട് നമുക്കിനി ഒരു ബന്ധവും വേണ്ട. പ്രണവേ, എന്നും വസുന്ധരാന്റി മാത്രമാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നെന്നുള്ള കാര്യം പ്രണവ് മറക്കരുത്. ഞാൻ നിന്റെ കൈയും പിടിച്ച് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ അവരെന്തുകൊണ്ട് നമ്മുടെ ഭാഗത്ത് ശരിയുള്ള കാര്യം പരസ്യമായിട്ട് പറഞ്ഞില്ല? അതിന് ആന്റിക്ക് അവരുടേതായ ന്യായം കാണും. ഇത്രയും ദിവസം നമ്മളൊന്ന് വിളിക്കുക പോലും ചെയ്യാതിരുന്നിട്ടും ആന്റി വിളിച്ചപ്പോ പോലും നമ്മൾ ഫോണ് കട്ട് ചെയ്ത് കളഞ്ഞിട്ടും വീണ്ടും വിളിച്ചില്ലേ? അത് നമ്മളോടുള്ള സ്നേഹം കൊണ്ടല്ലേ? നമുക്കെതിരെ ഈശ്വരമംഗലത്ത് നല്ല രീതിയിൽ കരുനീക്കങ്ങൾ നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് പറയാനായിട്ട് ആന്റി വിളിച്ചത്. എനിക്ക് അവരെ ഇനി ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാ. അതിന് ഉൾക്കൊള്ളണമെന്ന് ആരാ പറഞ്ഞേ? ജസ്റ്റ് ഒന്ന് പോവാ. പറയാനുള്ളത് എന്താന്ന് വെച്ചാ കേൾക്കുക. നമുക്ക് പ്രയോജനമുള്ള കാര്യമാണെങ്കിൽ മാത്രം നമ്മൾ അതിന് ചെവി കൊടുത്താൽ മതി. പോരെ? ഇപ്പൊ തന്നെ നമുക്ക് ഇറങ്ങാം പ്രണവൻ. ആന്റി ചെന്ന് കണ്ടിട്ട് പ്രണവ് എങ്ങോട്ടാ പോകേണ്ടെന്ന് വെച്ചപ്പോ വേണോ? അത് വേണം. വാ, നമുക്കൊന്ന് കണ്ടിട്ട് വരാനേ. വാ. എന്തായാലും ജ്യോതിന്റെ ഇവിടെ ഒന്നുമില്ല, അതുകൊണ്ട് രക്ഷപ്പെട്ടു. വാ, നമുക്ക് വേഗം പോവാൻ നോക്കാം. വാ. നിങ്ങൾ രണ്ടുപേരും കൂടി ഇത് എങ്ങോട്ട് പോവാ? അത് ഞങ്ങൾക്ക് ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് തോന്നി. അപ്പോ അമ്പലത്തിൽ പോയിട്ട് വരാന്ന് വെച്ചു. അല്ലേ? ഈ നേരത്തോ? ഈ നേരത്തെ ഏത് അമ്പലത്തില്? അമ്പലത്തിൽ പോകുന്നതിന് അങ്ങനെ പ്രത്യേകിച്ച് സമയമൊന്നും ഇല്ലല്ലോ. വെറുതെ എങ്കിലും കുറച്ചു നേരം അവിടെ പോയിരുന്ന മനസ്സിന് കുറച്ച് ആശ്വാസം കിട്ടും. ഞങ്ങൾ എന്നാ പോയിട്ട് വരാം ആന്റി. അല്ല, നിങ്ങൾ എങ്ങനെ പോകും? ഡ്രൈവർ ഇവിടെ ഇല്ലല്ലോ. അതൊന്നും സാരമില്ല, ഞങ്ങളൊരു ഓട്ടോയിലെങ്കിൽ പൊക്കോളാം. എനിക്ക് ഈ കാറിന്റെ ചാവി എടുത്തു തരട്ടെ? പ്രണവ് ഡ്രൈവ് ചെയ്യുമല്ലോ. വേണ്ട, ഞങ്ങള് ഓട്ടോ തന്നെ അങ്ങ് പൊക്കോളാം. ഞങ്ങളെന്നാ ഇറങ്ങട്ടെ ആന്റി. ശരി എന്നാ പ്രണവ് പോ. മനോജി, ശിവാനിയും പ്രണവും കൂടി ഇപ്പൊ പുറത്തേക്ക് പോകുന്നത് ശ്രദ്ധിച്ചോ? അതെ മാഡം, അവരിപ്പോ ഒരു ഓട്ടോ കയറി പോയതേ ഉള്ളൂ. അവരേതോ അമ്പലത്തിൽ പോയേക്കുവാ. നീ അവരെ ഒന്ന് ഫോളോ ചെയ്. അവര് നിന്നെ കാണാതെ ശ്രദ്ധിച്ചോണം. എന്നിട്ട് വിവരങ്ങൾ അപ്പപ്പോ എന്നെ അറിയിക്കണം. ശരി മാഡം. CKC എന്തിനാ പ്രണവിനെ ശിവാനി അവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്? അയാൾക്ക് അതിന്റെ ആവശ്യം എന്താ? ഈശ്വരമംഗലം വീട്ടിലൊരു പ്രശ്നം ഉണ്ടായാൽ അതിൽ നിന്നും ലാഭം കൊയ്യാമെന്ന് കരുതുന്ന ഒരാളാണ് CKC. തലകുത്തി മറിഞ്ഞാലും CKCക്ക് ഗൗതമിനെ തോൽപ്പിക്കാനാവില്ല എന്നറിയാം. ബിസിനസ്സിൽ തോൽപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് ജീവിതത്തിൽ തോൽപ്പിച്ചു കളയാമെന്ന അയാൾ കരുതിയിരിക്കുന്നത്. അത്രേ ഉള്ളൂ. എന്തായാലും ഇത്തരം നിസ്സാര പ്രശ്നങ്ങളൊന്നും ഗൗതം മോൻ തടർന്നു പോകുന്ന എനിക്ക് തോന്നുന്നില്ല. ചങ്കുറപ്പുള്ള ആണൊരുത്തനാ ഗൗതം മോൻ. ആകാശം ഇടിഞ്ഞു വീഴുന്നു പറഞ്ഞാലും പതറാതെ നിന്ന് നേരിടാൻ ഗൗതം മോൻ അറിയാം. സത്യമാണ് അമ്മ പറഞ്ഞത്. ബിസിനസിന്റെ കാര്യത്തിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും മനസ്സ് ചലിക്കാതെ നിന്ന് അത് നേടിയെടുക്കാനുള്ള വഴികൾ ഗൗതം ആലോചിച്ചെടുക്കും. ഇനിയിപ്പോ കുടുംബത്തിന്റെ ഐക്യത്തെ ബാധിക്കുന്ന പ്രശ്നം ഉണ്ടായാലും ഇലയ്ക്കും മുള്ളിനും കേടുവരാതെ അത് പരിഹരിക്കാനുള്ള കഴിവും ഗൗതമിനുണ്ട്. പക്ഷെ ഒരൊറ്റ കാര്യത്തിൽ മാത്രം ഗൗതം തളർന്നു പോകുന്നത്. അനാഥൻ എന്ന വിളിയിൽ. ആ വെഡിങ് ആനിവേഴ്സറി ഫംഗ്ഷനിൽ വെച്ച് CKC ഗൗതമിന്റെ ദൗർബല്യം നോക്കി തന്നെയാണ് കുത്തിയത്. അത്രയും ആൾക്കാരുടെ മുൻപിൽ വെച്ച്
നിന്റെ അമ്മ ആരാണെന്നും അച്ഛൻ ആരാണെന്നും അറിയാമോ എന്ന് ചോദിച്ചപ്പോ ആ പാവം സത്യത്തിൽ തകർന്നു പോയി. ഇപ്പോഴത്തെ ഗൗതമിന്റെ അവസ്ഥ ദയനീയമാ. ഒന്നിലും ഒരു താല്പര്യവുമില്ല. ഓഫീസിൽ പോകണമെന്നില്ല. ഇത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് പോലും എനിക്കറിയില്ല. പേടിയാണ് എനിക്കിപ്പോ. എല്ലാ നിയന്ത്രണവും വിടുന്നൊരു നിമിഷം ഗൗതമിനെ എനിക്ക് പോലും പിടിച്ചു നിർത്താൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചേക്കും ചിലപ്പോ.